ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമാണ്. വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ തന്നെ എൻ്റെ അനിയനും, ഈ കാണുന്ന എൻ്റെ അനിയനാട്ടോ, അനിയനും അമ്മയൊക്കെ കൂടി ചെറിയൊരു ക്ലീനിങ് പരിപാടിയായിരുന്നു. ഫ്രിഡ്ജൊക്കെ അങ്ങ് വൃത്തിയാക്കി. കാണുന്നുണ്ടോ? ഇവൻ ക്ലീനിങ് ഒക്കെ ചെയ്ത് ഭയങ്കര ഇഷ്ടമാട്ടോ. അമ്മേനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ മെയിൻ പരിപാടി. നിങ്ങൾ എത്ര പേര് ഈ ഒരു സാധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡൂ കമൻറ്റ് ഇഷ്ടമായോ എന്നുള്ളത് എന്തായാലും പറയണം. കാരണം എനിക്ക് ഇഷ്ടമായിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഞാൻ നാട്ടിൽ വന്നിട്ട് 3 കൊല്ലത്തിന് ശേഷം ഞാൻ നാട്ടിൽ നിന്ന് വിഷു ഒക്കെ ആഘോഷിക്കുന്നത്. നാട്ടിൽ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ നാട്ടിലെത്തിയത്. അതായത് വിഷു ആഘോഷിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. അതൊരു വലിയ കാര്യം, അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഞാൻ പറഞ്ഞതുപോലെ വിഷുവിൻ്റെ തലേന്ന് ഒരു ചെറിയ പരിപാടി ഞാൻ ഇങ്ങനെ ഫാമിലി എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു വിഷു സദ്യയൊക്കെ ഒരുക്കിയായിരുന്നു. ഒരു നോൺ വെജ് സദ്യ. കാരണം ഞങ്ങൾ മലബാറുകാർക്ക് എന്തായാലും ഈ സദ്യയുടെ കൂടെ ഒരു ചെറിയൊരു നോൺ വെജ് ഐറ്റം അത് നിർബന്ധമാണ്. പക്ഷെ സൂപ്പറായിരുന്നു. കാരണം കുറേ കാലത്തിന് ശേഷമായിരുന്നു ഒരു സദ്യ കഴിച്ചത്. എനിക്കൊരുപാട് ഇഷ്ടം. അങ്ങനെ ഞാൻ വയറൊക്കെ ഫുള്ളായി. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പഴമായിരുന്നു. അതൊക്കെ അമ്മമ്മയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കണിക്കൊന്ന തപ്പാൻ പോയി. കണിക്കൊന്ന എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ള നോക്കി നടന്ന് എവിടെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അതെങ്ങനെയൊക്കെ ഒപ്പിച്ചു. കണിക്കൊന്നയാണല്ലോ മസ്റ്റ്. പിന്നെ രാവിലെ എണീറ്റ് കണിയൊക്കെ കണ്ട് പിന്നെ പടക്കം പൊട്ടിക്കേണ്ട ഒരു തിരക്കായിരുന്നു. എൻ്റെ അനിയനാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. ഞാൻ വന്ന ദിവസം മുതൽ രാത്രി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ പൊട്ടതൊന്നും വലിയ താല്പര്യമില്ല, പേടിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള കത്തിക്കുന്ന കമ്പിത്തിരി, പൂക്കുച്ചി, മത്താപ്പ് ഇതൊക്കെ അടിപൊളിയായിട്ട് ചെയ്യും. ആകെ 5 വയസ്സേ ഉള്ളൂ, പക്ഷെ ഒരു പേടിയില്ല ഇതൊന്നും ചെയ്യുന്നത്. കാണുന്നില്ലേ? അത് പറഞ്ഞതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്.